അങ്ങനെ കണ്ണൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിട്ടോ. ഇനി കണ്ണനെ ഒന്ന് റോഡ് വരെ കൊണ്ടുവിടണം. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ചക്കി ഞങ്ങളെക്കാളും മുന്നേ ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. കണ്ണൻ ഏത് നേരം ചക്കീൻ്റെ കൂടെ കളിക്കുന്നതുകൊണ്ട് ചക്കി വിചാരിക്കുന്നത് ഇപ്പോഴും കണ്ണൻ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ചക്കി ഇങ്ങനെ ഏത് നേരം കണ്ണൻ്റെ പുറകെ ഇങ്ങനെ ഓടും കേട്ടോ. അവൾ ഓടുമ്പോൾ അതിൻ്റെ പുറകെ ഓടും. ആദ്യമൊക്കെ കണ്ണന് നല്ല പേടിയായിരുന്നു ഇങ്ങനെ പുറകെ ഓടുന്ന സമയത്ത്. ഇപ്പം അത്ര പേടിയില്ല കേട്ടോ. പിന്നെ ഇവരുടെ ഈ ഓട്ടം മാത്രമല്ല കേട്ടോ, ചക്കി ഇങ്ങനെ ഒളിച്ച് കളിക്കുകയൊക്കെ ചെയ്യും. കാണാൻ നല്ല രസമാണ്. കണ്ണൻ ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഒട്ടും മടിയില്ല കേട്ടോ. ഇപ്പോൾ ലീവുള്ള ദിവസം പോലും കണ്ണൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ മാഷ് വരാത്തേ, അവൾക്ക് സ്കൂളിൽ പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല കണ്ണൻ ഇങ്ങനെ ആയി മാറുന്നു. കാരണം ഫസ്റ്റ് ഡേ സ്കൂൾ കൊണ്ട് വിട്ടപ്പോൾ തന്നെ അവൾ അവിടുന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് കരഞ്ഞ് പ്ലീസ് എന്നെ അമ്മയടുത്ത് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തൊഴുത് നിൽക്കുമായിരുന്നു പോലും. ഞാനതൊക്കെ മീറ്റിങ്ങിന് പോയപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അവിടെ ചെന്നപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് വല്ലാതെ വിഷമമായി, തിരിച്ച് കൊണ്ടുവിട്ടാലോ എന്ന് വിചാരിച്ചു എന്നൊക്കെ. പിന്നെ ഇപ്പം കണ്ണൻ അടിപൊളിയാണ്. സ്കൂള് വണ്ടി വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ടോ ചക്കി ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നത് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നത് കാണാൻ കണ്ണനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ചക്കിനെ കാണുമ്പോൾ. സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏച്ചി എടുത്തോമ്മേ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം പക്ഷേ ആദ്യം ചക്കീനെയാണ് അന്വേഷിക്കുക. അങ്ങനെ കുറച്ച് നേരം ചക്കീൻ്റെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് മാഷ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണൻ അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ എനിക്കിന്ന് 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പാലക്കാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ജൂനിയറായിട്ട് പഠിച്ച 2 കുട്ടികളാണ്. അവർ മൃദംഗശൈലേശ്വരി പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴത്തേന് അവരെത്തും കേട്ടോ. പിന്നെ മാത്രമല്ല അവർക്ക് നല്ല തിരക്കുണ്ട് പോവാൻ. പിന്നെ വേറെ എവിടെയോ പ്രോഗ്രാമൊക്കെ ഏറ്റിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അവർക്ക് വേണ്ടി ഫുഡൊക്കെ ഒരുക്കി വെച്ച് കുറച്ച് ദിവസമായിട്ടോ ഈ ഇരുമ്പമ്പുളി ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇപ്പോൾ അവർ വരുന്നതല്ലേ എന്നാലും അവർക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അതും ഉണ്ടാക്കി. അങ്ങനെ അവരെത്തി. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടോ വരാൻ വേണ്ടിയിട്ട്. കാരണം ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ വരാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല ഞങ്ങളുടേത്. കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. കാരണം ഈ തിരക്കിൻ്റെ ഇടയിലും അവരെന്നെ വന്നൊന്ന് കണ്ടിട്ട് പോകണമെന്ന് വിചാരിച്ചല്ലോ. നമ്മുടെ ലൈഫിൽ ഇതുപോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ വേണം കേട്ടോ. നമ്മളെ കാണണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും. പിന്നെ പോവാൻ നേരത്തിന് നല്ല മഴയായിരുന്നു. ഞാനൊരു ഓട്ടോ ഒക്കെ വിളിച്ചു കൊടുത്തു. എന്നിട്ട് അവരങ്ങ് പോയിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.